ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനുമാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ സ്പോഞ്ച് കേക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കാവുന്നതാണ്. അതായത് ഓവനും ബീറ്ററും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കുക്കറിൽ എങ്ങനെ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതുപോലൊരു ജാറ്, മിക്സിയുടെ ഏറ്റവും വലിയ ജാർ എടുക്കുക, നല്ലതുപോലെ തുടച്ചിട്ട് കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ഞാനിപ്പം ഒരു അര കപ്പില്ല കേട്ടോ, അരക്കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർക്കാവേ. നമ്മളിത് നല്ലതുപോലെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം ചേർക്കാൻ പോകാം കേട്ടോ. 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിപ്പം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നവർക്ക് ചെയ്യാം. ഞാനിപ്പം നമ്മുടെ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്ന കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പം ഞാൻ 2 മുട്ട അതിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പഞ്ചസാര നല്ലതുപോലെ പൊടിച്ചിട്ടേ എടുക്കാവുള്ളൂ കേട്ടോ. അതിനകത്തോട്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അരക്കപ്പോളം പാല് കേട്ടോ. പാല് അരക്കപ്പോളം നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമ്മളൊരു കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ ഓരോ കപ്പിനകത്ത് എടുക്കുന്നതിൻ്റെ അളവ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത്രയും ഒരു 1/4 ഭാഗത്തോളം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കുക. എസൻസ് ഏത് വേണമെങ്കിലും ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണോ, വാനിലയാണോ, പൈനാപ്പിളാണോ, അല്ലെങ്കിൽ നമ്മുടെ പിസ്തയുടെ നമ്മുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഒരു അടപ്പിനെ തന്നെ ഒരു 1/4 ഭാഗമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത്രയും ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിനകത്ത് ചേർക്കുന്ന മൈദപ്പൊടിയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് പിന്നെ മൈദപ്പൊടി ഇട്ട് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യാം. ഞാൻ പക്ഷേ ഫുള്ള് സാധനങ്ങളും കൂടി ഇട്ട് നമ്മുടെ സാധാരണ രീതിയിൽ എല്ലാ സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റിയ രീതി. ഞാനൊരു കാര്യം മറന്നുപോയി, ബേക്കിംഗ് പൗഡർ ഉണ്ട് കേട്ടോ. അത് മസ്റ്റാണ്. ബേക്കിംഗ് പൗഡർ, സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ കൂടെ നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ മൈദപ്പൊടി ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്ത ആ ഒരു കപ്പിന് അളവിൽ തന്നെ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ. എന്നിട്ട് ഞാൻ നമ്മുടെ ഒരു അരിപ്പയ്ക്കകത്ത് അരിച്ചെടുക്കാം. അരിച്ച് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇത്രയും സാധനങ്ങളും കൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇത്രയും സാധനം കൊണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാവേ. ആ സമയം കൊണ്ട് നമ്മളിത് കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു കുക്കർ എടുത്ത് വെച്ച് അതിനകത്തോട്ട് നമ്മുടെ ഒരു ഇതില്ലേ, എന്താ പറയണ്ടേ, ഈ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുവാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ കേക്ക് ടിന്നെന്ന് പറയാൻ ഇന്ന് ഞാൻ ഈ എടുത്തേക്കുന്ന ഈ ഒരു സ്റ്റീലിൻ്റെ ചരുവമാണ്. ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു മിക്സ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കുക്കറിനകത്ത് ഈ ഒരു തിരിക പോലത്തെ സാധനം ഇട്ട് ചെയ്യുന്ന, അതിന് വേറെ എന്തെങ്കിലും നമ്മളിപ്പം ഇഡ്ഡലിത്തട്ടിനകത്താണേലും അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ കുക്കറിനകത്ത് ചെയ്യുന്നുണ്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഈ ബാറ്റർ, കേക്കിൻ്റെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ആഞ്ഞ് നല്ല പോലെ പ്രസ് ചെയ്തൊന്ന് അടിച്ചടിച്ച് അതിനകത്ത് എയർ ബബിൾസ് എല്ലാം കളയുന്ന രീതിയിലാക്കിയിട്ട് നമുക്ക് കുക്കറിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കുക്കറിനകത്ത് വെച്ചിട്ട് നമുക്ക് തീ കുറച്ചിട്ടൊക്കെ, ഇപ്പം നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ചൂട് വന്നു കഴിയുമ്പോൾ നമ്മളിത് വെച്ചതിന് ശേഷം തിരിച്ച് തീ ഏറ്റവും സിമ്മിലിട്ട് ഒരു 3/4 മണിക്കൂർ, ഞാനിവിടെ ഒരു 4:10 വൈകുന്നേരം ഒരു 4:10 ആയപ്പം വെച്ചിട്ട് ഞാൻ എടുത്തത് ഒരു 5 മണി, ഏകദേശം ഒരു 5 മണിയോട് അടുത്തായി ഞാൻ എടുത്തപ്പോൾ കേട്ടോ. പക്ഷേ അപ്പോഴത്തേന് എനിക്ക് നല്ലതുപോലെ റെഡിയായി കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഫ്ലോപ്പ് ആകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല, ഞാൻ കാണിച്ചു തരാം. നല്ല വൃത്തിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അടച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പം നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ, സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിപ്പോൾ ഇവിടെ സമയം ഏകദേശം നമുക്ക് എടുക്കാറായിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയും നല്ല പോലെ പൊങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഈർക്കിലോ നമ്മുടെ പപ്പടം കുത്തിയോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൂടെ ഒന്ന് ഇട്ട് കുത്തി നോക്കാം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. ഞാനിപ്പോൾ പപ്പടം കുത്തി വെച്ചിട്ടാണ് വെച്ച് നോക്കുന്നത്. അന്നേരം നമുക്ക് നല്ലതുപോലെ അത് വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ആറിയതിന് ശേഷം ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഞാനിപ്പോൾ ചെറിയ ചൂടോടുകൂടിയാണ് ഞാനിതിപ്പം ഇളക്കി കാണിക്കുന്നത് നിങ്ങളെ.
കാരണം ഇത് എൻ്റെ ചുറ്റിനും എൻ്റെ 2 മക്കളും ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇതെല്ലാം എടുത്ത് കാണിക്കാം. എൻ്റെ ബട്ടർ പേപ്പർ ഞാൻ മാറ്റിയിട്ട് ഞാൻ തിരിച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സൂപ്പർ ടേസ്റ്റും അതിലുപരി നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഞാനിപ്പം നിങ്ങളെ അത് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം എത്രത്തോളം അത് സ്പോഞ്ചി ആയിട്ടുണ്ടെന്ന്. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ, ഞാൻ സ്പോഞ്ച് ആ ഒരു പരുവം നിങ്ങൾ കണ്ടോ, നല്ല ടേസ്റ്റ് വരുന്നു. നല്ല സ്പോഞ്ചി ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഓവനില്ല, പിന്നെ ഒന്നുമില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ബീറ്ററും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുത്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള നല്ല നല്ല ടിപ്പൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ കേക്ക് ഇവിടെ സൂപ്പർ ടേസ്റ്റിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് ആവി പറക്കുന്നത് കാണാം, നല്ല ചൂടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്കൂടെ എൻ്റെ മക്കൾ ഇവിടെ നിൽപ്പുണ്ടെന്ന്, ഒരാളുടെ കൈ കണ്ടോ. എന്നിട്ട് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. എല്ലാവർക്കും ചെയ്ത് അവരവരുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.